ശ്രീ രാജു നായർ, അങ്ങയോട് ഞാൻ നേരിട്ട് ചോദ്യം ചോദിക്കാം. പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടോ? നിങ്ങൾക്ക് പറയാൻ ബാധ്യതയില്ലേ സോണിയാഗാന്ധിയുടെ കാര്യം? ശ്രീ പി കെ ഗോപൻ, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഈ പരാമർശത്തോടുകൂടി രാഷ്ട്രീയ ലക്ഷ്യം പകൽ പോലെ വ്യക്തമായി എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയപ്പോൾ മുതലുണ്ടാകുന്ന പല രാഷ്ട്രീയ പ്രതികരണങ്ങളും കാണുന്നതിനിടയിൽ അനുചിതമായൊരു പ്രതികരണമല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമോ നിയമപരമോ ആയ എന്തെങ്കിലും ലാഭമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടല്ലോ. ശ്രീമതി മാധു, ഒരു പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അതിന്റെ പൂർണ്ണ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ ആ വിധിയെ ഞാനും എൻ്റെ അമ്മൂമ്മയും ബന്ധുപരിവാരങ്ങളും കൂടി മറ്റാരുടെയും സഹായമില്ലാതെ എതിർത്ത് തോൽപ്പിച്ച് വിജയിച്ചു വന്നതിൻ്റെ വീരാളിപ്പട്ടും ചമഞ്ഞ് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു വിജിലൻസ് കോടതിയുടെ നിരീക്ഷണത്തെ തെറ്റാണ് എന്ന് ഒരു നിയമമന്ത്രി പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് തെറ്റ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ഈ പ്രശ്നം എവിടെ ചെന്ന് അവസാനിക്കും? അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പാർട്ടി സെക്രട്ടറി പെരുങ്കള്ളനെന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ തെളിവാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും, ക്ഷീരബല 101 ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞാലും ഇവരതിൽ പിടിക്കാത്തത് എന്താ? കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, സീൽ ചെയ്ത കവറിൽ തരുന്ന കേസാണിത്, വേറെ ആർക്കും ഇതിൽ ഇടപെടാൻ അവകാശമില്ല, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇത് ഇട്ടുകൊടുക്കാൻ പറ്റില്ല, ഇത് ഞങ്ങൾ വേറെ ആരെയും ഏൽപ്പിക്കുന്നില്ല. ഇത് അപ്പോൾ ആരെ അറസ്റ്റ് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്ന ആരാ? SIT ആണോ, അതോ കോടതിയാണോ, അതോ പാർട്ടി സെക്രട്ടറി ആണോ? അതല്ലേ മാധു നേരത്തെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചല്ലോ, ആനയും കുതിരയും കൊടുത്തിട്ട് കാലാളിലെ ആരെങ്കിലും പിടിക്കുമെന്ന്. ആ ചോദ്യം അവർക്ക് മനസ്സിലാകാനായിട്ടൊന്നും അല്ല, പക്ഷെ അതിന് മറുപടി പറയത്തില്ല. ഇവിടെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ് ഈ ചർച്ചയെ വന്നിട്ട് ചോദിക്കുക? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്ന SIT ആണല്ലോ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. 100 തവണ ചോദിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട് മാധു. ഒന്നാമത്തെ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതാര്? രണ്ടാമത്തെ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ കൊടുത്തത് സ്വർണമാണോ, ചരടാണോ, നൂലാണോ, രക്ഷയാണോ? ഈ അയാൾ കൊടുത്തത് സമ്മാനം എന്ത് സമ്മാനമാണ് സോണിയാഗാന്ധിക്ക് കൊടുത്തത്? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വിറ്റവനും വാങ്ങിയവനും കൊടുത്തവനും കൂടി ഒരു ഫ്രെയിമിൽ എങ്ങനെ വന്നു? ഇതിന്റെ ഉത്തരം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതാരും പരാതി കൊടുത്തിട്ടില്ല. ആ കേസിനെ കുറിച്ച് ആരും പരാതി കൊടുത്തിട്ടില്ല. വിഷയം അതല്ല. SITയുടെ പരിധി വേണ്ടോ വേണ്ട എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ഉണ്ട്. വാജി വാഹനത്തിന്റെ കാര്യം പറയാം. വാജി വാഹനത്തിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. വാജി വാഹനം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ അഡ്വക്കേറ്റ് വാജി വാഹനത്തിൽ ഇവര് പറയുന്നതല്ല കാര്യം. അല്ല, വാജി വാഹനത്തെ സംബന്ധിച്ച് ഇവര് പറയുന്നതല്ല. വാജി വാഹനം 2012 ദേവസ്വം ബോർഡ് ഉത്തരവനുസരിച്ച് ഇത്തരം മൂല്യവസ്തുക്കൾ നേരത്തെ നിലനിന്നിരുന്ന ആചാരത്തെ മാറ്റിവെച്ചുകൊണ്ടാണ് ഭൗതിക വസ്തുക്കൾ കൈമാറുന്നത്. ആചാരത്തിന്റെ ഭാഗമല്ല, ഭൗതിക വസ്തുക്കൾ കൈമാറില്ല. ഇത് ചെറിയൊരു വസ്തുവല്ല. ഇത് കൊടിമരം മാറ്റി എന്തിനാ? വാജിവാഹനം എടുക്കാനാ? എങ്ങനെയാ കോൺക്രീറ്റ് കൊടിമരം ചെതലരിക്കുന്നത്? അത് അജയ് തറയിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ്. അജയ് തറയിൽ അധികം തന്ത്രി സമം കൊടിമര കൊള്ള. ഉണ്ണികൃഷ്ണൻ പോറ്റി അധികം തന്ത്രി സമം അവിടുത്തെ ശബരിമല കൊള്ള. ഈ കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടിമരം മാറ്റിയത് വായുവാഹനം എടുക്കാൻ. വായുവാഹനത്തിൽ 11 കിലോ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രമേ ആളുകളെ ആ തരത്തിൽ ഏത് ഗ്രാവിറ്റിയിൽ വിളിക്കണം, വിശേഷിപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അങ്ങിപ്പോ സമവാക്യം വെളിവായ കാര്യമല്ലയോ മാധു? സൂര്യൻ കിഴക്ക് പകലാണ് ഉദിക്കുന്നത്, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴാ പകലാകുന്നതുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? ഇത് മൊത്തം വെളിച്ചത്ത് വന്ന കാര്യമല്ലേ? ഇത് പച്ചയായിട്ട് വെളിച്ചത്ത് വന്ന ഇതിനകത്ത് വാജിവാഹനം പോയതും കണ്ടു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിമരം ചതലരിച്ചു എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നതിന് എന്തിനാ നിയമം പഠിക്കുന്നേ മാധു? ഇത് എനിക്കും പറയാം, മാധുവിനും പറയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാം. ഈ നടന്ന കാര്യങ്ങൾ വാജിവാഹനം കൈമാറുന്ന നമ്മൾ കണ്ടായിരുന്നോ? അതോ അത് AI ആണോ? AI കൊണ്ടുണ്ടാക്കിയതാണോ? കൊടിമരം ചിതലരിച്ചു എന്ന് അവർ പറഞ്ഞായിരുന്നോ? ഇതെല്ലാം അവർ പറഞ്ഞതല്ലേ? ആര്? ഈ വാജിവാഹനം കൈമാറുന്ന ചടങ്ങിലെ ഇത് മുഴുവൻ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങളല്ലേ? ആ പറഞ്ഞോളൂ. അല്ല, ഈ വാജിവാഹനം കൈമാറുന്ന ചടങ്ങിലെ ഇടതംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ദേവസ്വം ബോർഡ് കൃത്യമായി തീരുമാനം 2012 അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിൽ അടങ്ങുന്ന ബോർഡാണ്. അവിടെ മൂന്നാമതൊരാൾക്ക് പ്രസക്തിയില്ല. ദേവസ്വം ബോർഡ് ആകെ 3 അംഗങ്ങളെ ഉള്ളൂ. അത് 2 പേരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാത്രമല്ല വാജിവാഹനം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് വന്നിട്ടില്ല. ദേവസ്വം ബോർഡ് കൂടി വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കാൻ അവിടെ മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടില്ല.
നേരെ മറിച്ച് അവിടെ നിന്നുകൊണ്ട് ഇത് കൈമാറുക ചെയ്യുന്നേ. അപ്പൊ മൂന്നാമതൊരാൾക്ക് ഇടപെടാൻ അവകാശമില്ല. ഒരു തിരുമേനി ഇടപെട്ടു, ഒരു പൂജാരി ഇടപെട്ടു, അപ്പോ അദ്ദേഹത്തെ തിരുത്തി തന്ത്രി, അതും പുറത്തു വന്നു. അദ്ദേഹം പറയും ഇതിങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്ത്രി അദ്ദേഹത്തെ വഴക്ക് പറയുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. അല്ലാതെ അവിടെ ഇടതംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ, മറ്റാരെങ്കിലും കണ്ടോണ്ടോ അതിനോട് പ്രസക്തിയില്ല. ഒരു ചടങ്ങിന്റെ പാരമ്യത നടക്കുകയാണ്. ആ പാരമ്യതയിൽ വാജിവാഹനം എടുത്ത് തന്ത്രിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. കൊടുത്തപ്പോൾ തന്നെ തന്ത്രവിദ്യ അറിയാവുന്ന ഒരാൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത് കുറ്റമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്ത്രവിദ്യയുടെ പ്രശ്നമല്ല, ഭൗതിക വസ്തുക്കൾ കൈമാറിക്കൂടാ, മൂല്യമുള്ള വസ്തുക്കൾ ഇങ്ങനെ കൊടുത്തുകൂടാ എന്നുള്ള ദേവസ്വം ബോർഡ് തീരുമാനമുണ്ട്. ഈ തീരുമാനം അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പേരിൽ ആ കോടതി അംഗീകരിച്ചത് ശ്രീ രാജു ഇവിടെ ആവേശത്തോടുകൂടി പറയുന്നേ. നിലപാടെടുത്താൽ എന്ത് ചെയ്യും? കാരണം വാജിവാഹനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചത് തന്ത്രി സമാജം തന്നെയാണ്. പിന്നീടാണ് അതിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുന്നത്. ഇതിൽ എന്താണ് പറയാ, അവനവൻ അറിവുണ്ട് എന്ന ഒരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് ഓരോ കാലത്തും ഓരോ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിയമനിർമ്മാണം ഉണ്ടായത്. ആ നിയമനിർമ്മാണത്തെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അതിന് എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടാൽ എന്തു ചെയ്യാൻ കഴിയും? അത് നിയമപരമായി തന്നെ വരട്ടെ. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി വാജിവാഹനം കൈമാറിയത് കേസ് വരട്ടെ. കേസ് തീർന്നില്ലല്ലോ, അതിനാണല്ലോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഹൈക്കോടതി. ശരി, ഇത് എന്നുള്ളയിടത്താണ് ആ പ്രശ്നം. അവനവന്റെ കാര്യമാകുമ്പോൾ അത്തരത്തിൽ തീരുമാനമുണ്ടാകാം, അത്തരത്തിൽ പ്രതികരണം ഉണ്ടാകാൻ പാടില്ല. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്നത് SITയോട് ആവശ്യപ്പെടാൻ നമുക്ക് എന്താ അവകാശം? അവർ കേസ് അന്വേഷിച്ചോണ്ടിരിക്കില്ലേ, ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ. ഹൈക്കോടതി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണോ? PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞോ? ശ്രീ രാജു നായർ, അങ്ങയോട് ഞാൻ നേരിട്ട് ചോദ്യം ചോദിക്കാം. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടോ? PS പ്രശാന്തിനെ എന്നിട്ട് SIT അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണോ? ഒരു മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടോ? നേരിട്ടുള്ള ചോദ്യം, അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടോ? നേരിട്ടുള്ള ചോദ്യം. PS പ്രശാന്തിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഹൈക്കോടതി എന്താണ് ആ ഉത്തരവിൽ പറഞ്ഞത്? അങ്ങൊന്ന് പറയും. എനിക്കറിയേണ്ടുന്നത് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടോ? പിന്നെ ഞാൻ നേരത്തെ 4 ചോദ്യം ചോദിച്ചത് ഹൈക്കോടതി ഉത്തരവിൽ 2 പ്രാവശ്യം പറഞ്ഞത് എന്താണ്? പറയ്. PS പ്രശാന്ത് യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരാളാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാട്ടെ. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ SITയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ SITയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അങ്ങനെ പറയണ്ട. PS പ്രശാന്തിനാണ് പത്മകുമാറിനെയും വാസുവിനെയും, ശ്രീ രാജു, നമ്മൾ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണം. പത്മകുമാറിനെയും ശ്രീ വാസുവിനെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ SITക്ക് PS പ്രശാന്ത് എന്താ കുഴപ്പം? അല്ല, എന്റെ നേരിട്ടുള്ള ചോദ്യമാണ്. പത്മകുമാറിനെയും വാസുവിനെ SITക്ക് PS പ്രശാന്തിന്റെ കാര്യത്തിൽ അങ്ങനെ മടി? 2019 2025 ഈ ദേവസ്വം ബോർഡ് തിരിച്ചു വിളിച്ചതെന്നും 2 പ്രാവശ്യം അനാവശ്യ ധൃതി ഉണ്ടാക്കി ഇത് ഇവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചതെന്നും ഹൈക്കോടതി വിധിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണോ? അങ്ങനെയാണെങ്കിൽ കള്ളമാണ്. രാജു പറഞ്ഞത് കള്ളമാണ്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടില്ല പ്രശാന്ത്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേനയല്ല ഇത് കൊടുത്തു വിടുന്നത്. അതല്ലല്ലോ ചോദ്യം. ഹൈക്കോടതിയുടെ വിധിയിൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാക്കി എന്നുള്ളത് ഹൈക്കോടതി എന്റെ ചോദ്യത്തിന് ഉത്തരം പറ പ്രശാന്ത്. എനിക്ക് 2 ചോദ്യം ഉത്തരം പറ. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ SITയുടെ കോടതി നിലപാട് സ്വീകരിക്കാതെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് 2025 ഉണ്ടായതെന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഗതിയിലേക്ക് SITയുടെ അന്വേഷണം പോകാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ല, അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഇത് ഞാൻ കൊണ്ടുപോകാതെ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇടനിലക്കാരൻ വേണ്ട പുതിയ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുകൊണ്ട് ഈ കേസ് മുഴുവൻ അത് കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് ചെയ്താണ് ഈ കേസ് മുഴുവൻ.
അല്ല പിന്നെ ഇതിന്റെ മറുപടി ഞാൻ പറയുമ്പോൾ തന്നെ മാധു മറ്റേ ചോദ്യോട് ചോദിക്കണം. ഈ സോണിയാഗാന്ധിയെ അതിന്റെ ഉത്തരം ഇവിടെ വാങ്ങിച്ചു തരണം. എല്ലാ ചർച്ചയിലും ചോദിക്കുക, ഇവർ ഉത്തരം പറയത്തില്ല. അതിന് ഉത്തരം വാങ്ങിച്ചു തരണം. കേരളത്തിലെ മുഴുവൻ ആളുകളും എല്ലാ ചാനൽ ചർച്ചയിലും ചോദിക്കുന്ന അവിടെ രേഖയുണ്ട്. ആ രേഖ എടുത്തു തന്നാൽ മതി. ആരാണ് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്ത രേഖയുണ്ട്, എന്നാണ് നമ്മൾ ഈ പറയുന്ന എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു ചർച്ച എന്ന നിലയ്ക്കാണ് ആ ചോദ്യം അങ്ങ് ഉന്നയിച്ചെങ്കിലും ഞാനത് ആവർത്തിച്ച് ചോദിക്കാതിരുന്നത്. മാധു, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നാ. പറയൂ പെട്ടെന്ന് പറയൂ. എനിക്ക് ശ്രീ മഹേഷ് പണിക്കറിലേക്ക് കൂടി പോകണം. പെട്ടെന്ന് പറയൂ. ശരി. ഈ SIT ഇത്രയും നിങ്ങൾക്ക് ഇതുള്ള SIT സീൽഡ് കവറിലാണല്ലോ ഹൈക്കോടതി കൊടുക്കുന്നത്. ഈ SIT ഇതുവരെ സോണിയാഗാന്ധിയും അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സീൽഡ് കവറിൽ കൊടുത്തില്ലേ? ഇല്ലേ? അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ അന്വേഷിച്ചില്ലേ? SIT 5 മാസമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്റെ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല? കാരണം 2019 കട്ടത് മുൻകൂറായി സോണിയാഗാന്ധിക്ക് കൊടുത്തു. PS പ്രശാന്തിന് ബാധകമല്ലേ? PS പ്രശാന്തിനെയും SIT കാണുകയുണ്ടായല്ലോ. PS പ്രശാന്തിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടല്ലോ. അപ്പോ അടൂർ പ്രകാശിന് ബാധകമായ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനില്ലേ? മാധു, ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. മാധുവിനോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്നത് PS പ്രശാന്തിന്റെ ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. സോണിയാഗാന്ധിക്കെതിരെ ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ഉണ്ടെങ്കിൽ മാധു പറ. ഇത് നോക്കൂ, അതൊരു ഡയറക്ഷൻ സ്വഭാവമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ SIT രൂപീകരിക്കേണ്ടതില്ല. അതിന് മുൻപുള്ളതാണ്. അല്ല, ഞാൻ ഒരു മിനിറ്റ് മാധു, നമുക്കത് ക്ലിയർ ചെയ്യാം. ശ്രമിച്ചത് മുഴുവൻ എന്താ? ഒരു മിനിറ്റ് ഗോപൻ, ഇനി ഇടപെടല്ലേ. CPM പറഞ്ഞ് പരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ? പല വക്താക്കൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊണ്ടത് ഈ എന്താ മോഷ്ടിച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണ് എന്ന് പറയുന്നു. തൊണ്ടി മുതൽ സോണിയാഗാന്ധിയുടെ അനിയത്തിയുടെ ക്യൂറിയോ ഷോപ്പ് വഴി കടത്തി എന്ന് പറയുന്നു. ഇതുവരെ പറയട്ടെ. മാധുവിനറിയാലോ, പറഞ്ഞിട്ടില്ല. പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്താണ് കെട്ടിക്കൊടുത്തത്? സ്വർണമാണോ? എന്താണ് കെട്ടിക്കൊടുത്തത്? ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി മാധു, ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് കൊടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പറഞ്ഞിട്ടില്ലെന്ന് PK ഗോപൻ പറഞ്ഞു എന്ന് ശ്രീ രാജു പിന്നാർ പറയുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ ചർച്ചയിലും വന്നിരിക്കുന്നില്ല. സ്വാഭാവിക ഞാൻ കേട്ടിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞു. വക്താവാണോ PK ഗോപൻ? കെ അനിൽകുമാർ നിങ്ങളുടെ വക്താവാണോ? PK ഗോപൻ, കെ അനിൽകുമാർ നിങ്ങളുടെ വക്താവാണോ? വളരെ ക്ലിയർ ആയിട്ട് ചോദ്യമുണ്ട്. ഞാനും ഏറ്റവും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഞാൻ എടുത്തു തരാം. സോണിയാഗാന്ധിയുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു ആർഗ്യുമെന്റ്. തൊണ്ടി സോണി മിണ്ടാരി PK ഗോപൻ. അതെ, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയുമെന്ന് അനിൽകുമാർ ചോദിച്ചത്. അങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് പറയാനാ പറഞ്ഞേ. പൊളിയുമ്പോ മിണ്ടായിരിക്കെ, പൊളിയുമ്പോ അലമ്പാക്കല്ലേ. PK ഗോപൻ ഞാൻ പറയട്ടെ, പോയിന്റ് നിങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വാ. ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് വേറെ കാര്യം പറയാതെ. PK ഗോപൻ ഞാൻ പറയട്ടെ സാറേ, ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞല്ലേ ഒരു 30 സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ആരെങ്കിലും ഒന്ന് വഴങ്ങൂ. അദ്ദേഹം ചോദിക്കട്ടെ. ശ്രീ രാജു പിന്നെ 60 മിനിറ്റ് ഒരു 30 സെക്കൻഡിൽ ചോദിച്ചു. അങ്ങനെയൊക്കെ വരാം. ശ്രീ PK ഗോപൻ, എനിക്ക് സമയം തരണം. എനിക്ക് സമയം കൊടുക്കേണ്ട മറ്റൊരാൾ കൂടി അപ്പുറത്തിരിപ്പുണ്ട്. ശ്രീ PK ഗോപൻ പെട്ടെന്ന് എനിക്ക് 8 മണിക്ക് പോകണമെന്നുള്ളേ ഉള്ളൂ. രാജുവിന് സമയം തരും പറഞ്ഞോണ്ട് എനിക്ക് 8 മണിക്ക് പോകണം. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. അനിൽകുമാറിന്റെ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം എന്താ? സ്വർണം സോണിയാഗാന്ധി കൊണ്ട് കൊടുത്തെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഈ പ്രശ്നം തീരും. പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആര്? കൊണ്ട് കൊടുത്ത സാധനം എന്ത്? ഈ 3 പേര് ഒരു ഫ്രെയിമിൽ എങ്ങനെ വന്നു? ഡയറക്റ്റ് ഉത്തരം പറഞ്ഞോട്ടെ. കേരളത്തിലെ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇറ്റലിയിൽ ക്യൂറിയോ ഷോപ്പ് എന്നുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം ഏറ്റെടുത്ത് ചർച്ച നടത്തിയത് ഈ ചോദ്യത്തിൽ ഉത്തരം പറയത്തില്ല. ഇനി ഇടപെടാതിരിക്കുക. ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത് കടത്തിയെന്ന് വേണ്ട തൊണ്ടി മുതൽ സോണിയാഗാന്ധിയുടെ കയ്യിലാണെന്ന് ഇവർ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ട് അന്വേഷിക്കാൻ ഹൈക്കോടതിക്കും SITക്കും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പച്ചക്കള്ളം പറഞ്ഞു നടക്കാൻ നാണമില്ല ഗോപ?
നാണവും മാനവും വേണ്ട കുറച്ചെങ്കിലും, ഇനിയെങ്കിലും. ഈ തൊണ്ടി മുതൽ സോണിയാഗാന്ധി വഴി കടത്തിയതാണ് ഈ CPM നേതാക്കന്മാർ മുഴുവൻ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചത്. എന്നിട്ട് തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യമാണ് രാജു പറയുന്നത്. എന്റെ ചോദ്യത്തിന് നോക്കൂ, ഈ ചർച്ച തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് അനുമതി വാങ്ങിയത്, ആരാണ് അനുമതി വാങ്ങിയെന്ന്. എന്റെ മണ്ഡലത്തിലുള്ള ഒരാൾ എന്നുള്ള ആരോപണമൊക്കെ ഒളിഞ്ഞുപോയി കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടായിരുന്ന ആളല്ല. തലയിലുള്ളത് ഏതാ? അല്ല, ഈ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ചിത്രം ഉണ്ടായത് എങ്ങനെയാണ് ആരാണ് അനുമതി വാങ്ങിയത് എന്ന് വളരെ കാലമായി ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും ചോദ്യത്തിന് ഉത്തരം തരത്തില്ല, വേറെ കാര്യങ്ങളെ പറയത്തുള്ളൂ. അല്ല, ഞാനും മാധവും കൂടി ഞാനും മാധവും കൂടി റിപ്പോർട്ടറിന്റെ ഓഫീസിൽ ഞാൻ വരുമ്പോ ഒരു ഫോട്ടോ എടുത്താൽ ഞാൻ നാളെ ചെയ്യുന്ന കള്ളയ്ക്ക് വല്ലം മാധു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഞാനും മാധവും കൂടി ഇന്ന് റിപ്പോർട്ടറിന്റെ ഓഫീസിൽ വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാം. മറ്റന്നാൾ ഞാനൊരു മാധു അതാണ്. എനിക്ക് പറയാൻ കഴിയും അത് ശ്രീ രാജു പിന്നാർ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു ഫോട്ടോയാണെന്ന്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്നേ. അതെ അതെ, ഇനി സമ്മാനം പ്രശ്നം തീരും. റിപ്പോർട്ടറിന്റെ മുതലാളിമാർ കുറെ കേസിലല്ലേ ഇന്ന് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആ മരക്കൊള്ളയിൽ ഞാൻ പറഞ്ഞാൽ മാധു അംഗീകരിക്കുമോ? അല്ല, ആ വിധി നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങേക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ തരാം. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ആ വിധി ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിപ്പോ ഈ വിധിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഗ്രൗണ്ട് റൂളാണ്. ഇതിപ്പോ ഈ വിധിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഗ്രൗണ്ട് റൂളാ ചോദിക്കുന്നത്. ഞാനൊരു ഗ്രൗണ്ട് റൂളാ ചോദിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചേർന്ന് ഫോട്ടോ എടുത്താൽ പിന്നീട് ഉണ്ടാവുന്ന കുറ്റകൃത്യത്തിന് ആ ഫോട്ടോ ഉത്തരവാദിയാവുമെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാക്കണം. ഇനി ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. 2025 പിണറായി വിജയനും DGP കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടല്ലോ. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ദേവസ്വം ഇയാൾ ക്രമക്കേട് നടത്തിയ ആളാണ് എന്നറിയായിരുന്നല്ലോ. എങ്ങനെയാ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന്റെ അടുത്ത് എത്തിയത്?